പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഭീകര സംഘടനകൾക്ക് അഫ്ഗാനിസ്ഥാൻ അഭയം നൽകുന്നതിനുള്ള മറുപടിയാണ് ഈ ആക്രമണമെന്ന് പാക് വൃത്തങ്ങൾ. ഏകദേശം ഇതേപോലൊരു മറുപടി എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനിൽ കയറി തിരിച്ചടിച്ച് ഇന്ത്യ പറഞ്ഞ അതേ മറുപടി തന്നെ. ഇപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാണല്ലോ തർക്കം. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇസ്ലാമിക തീവ്രവാദത്തെ നട്ടു വളർത്തി ലോകമെങ്ങും കയറ്റുമതി ചെയ്യുന്ന രണ്ട് രാഷ്ട്രങ്ങൾ തീവ്രവാദ ആക്രമണങ്ങളുടെ പേരിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. എന്തായാലും മതഭ്രാന്തന്മാർ ഒന്നിക്കുമ്പോൾ അത്ര നാശം തമ്മിലടിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവാറില്ല. അത് ശരി. അല്ലെങ്കിലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ തീവ്രവാദം വളർത്തുന്ന ഒരു രാജ്യവും രക്ഷപ്പെട്ടിട്ടില്ല. ഈ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്നതും ഐക്യരാഷ്ട്രസഭ ഭീകര സംഘടനയായിട്ട് അംഗീകരിച്ചിട്ടുള്ളതുമായ ലഷ്കർ ഇ തൊയ്ബയും അതിന്റെ ശാഖയായിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ടുമാണ് 2025 ഏപ്രിൽ കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത്. ഇന്ത്യ അതിർത്തിക്ക് അപ്പുറം ചെന്ന് നല്ല തിരിച്ചടി കൊടുക്കുകയും ചെയ്തു. അതിനെതിരെ ലോകവേദികളിലെല്ലാം നടന്ന് പരാതി കൊടുത്ത പാകിസ്ഥാനാണ് ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറി ആക്രമണം നടത്തിയിരിക്കുന്നത്. നല്ല തിരിച്ചടി ഉണ്ടാവുന്ന അഫ്ഗാനിസ്ഥാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഈ സംഭവത്തിനെ അപലപിച്ചായിരുന്നല്ലോ. അതെന്തായാലും അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളോടുള്ള സഹാനുഭൂതി കൊണ്ടൊന്നും അവരുമായിട്ട് സ്ഥാപിച്ച നയതന്ത്ര ബന്ധവും പിന്നെ ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ, ആ ഒരു ലൈനിലാവാനേ സാധ്യതയുള്ളൂ. പിന്നെ പാകിസ്ഥാന്റെ ആഭ്യന്തര സഹമന്ത്രി തലാൽ ചൗധരി പറഞ്ഞു കേട്ടില്ലായിരുന്നോ, അഫ്ഗാനിസ്ഥാൻ ഏറെക്കാലമായിട്ട് തീവ്രവാദം കയറ്റുമതി ചെയ്യാണ്, തങ്ങളുടെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ അവകാശമാണെന്നൊക്കെ. അപ്പൊ ഇത്രയും കാലം പാകിസ്ഥാൻ തീവ്രവാദം കയറ്റി അയച്ചു വിട്ടോണ്ടിരുന്ന ഇന്ത്യക്ക് ഈ പറഞ്ഞ അവകാശങ്ങളുണ്ടെന്ന് അവർക്ക് തോന്നിയില്ലേ? ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കും. ഈ പാകിസ്ഥാൻ എന്ന് പറയുമ്പം തീവ്രവാദ സംഘടനകളെ പണവും ആയുധവും കൊടുത്ത് വളർത്തി ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം. അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ആഗോള തീവ്രവാദത്തിന്റെ ഏഷ്യൻ ഫാക്ടറിയും സ്ത്രീകളുടെ തടവറയും ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ വിസ്മയായ ഒരു രാജ്യം. രണ്ടും തീവ്രവാദ സാഹോദര്യം പങ്കുവയ്ക്കുന്നവരാണ്. ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന മാത്രമല്ല, സ്വന്തം പൗരന്മാരെ അപരിഷ്കൃത ലോകത്ത് തളച്ചിടുകയും ചെയ്യും. അപ്പൊ ഇവര് തമ്മിലൊരു ആക്രമണം ഉണ്ടാകുമ്പം ജനാധിപത്യ മതേതര ലോകത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല.